ഒരു മാരീഡ് ഡി എഫിൽ കുണ്ടലിനി ആക്ടിവേറ്റ് ആകുമ്പോൾ ഉള്ള കോമൺ ആയിട്ടുള്ള സ്ട്രഗിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സാഡ്നെസ് അല്ലെങ്കിൽ ഒരു സൈലൻസ് കാണാം. അതുപോലെ തന്നെ സ്വന്തം സ്പൗസിനോടാണെങ്കിൽ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും. ഇനിയിപ്പോൾ ഞാൻ തെറ്റാണോ എന്നുള്ളൊരു ഗിൽറ്റിൻ്റെ ഒരു ലൂപ്പിലേക്ക് അവർ പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു സറണ്ടർ ചെയ്യാനുള്ള ഒരു അർച്ച് ഭയങ്കര കൂടുതലായിരിക്കും. ഒരു സ്പിരിച്വൽ ലോൺലെസ്സും ഈ സമയത്ത് അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ളൊരു സാഡ്നെസ് വരുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു സൈലൻസിലേക്ക്, ഭയങ്കര ഡീപ്പ് സൈലൻസിലേക്കൊക്കെ അവർക്ക് പോകാൻ തോന്നുക എന്നുള്ളത്, പിന്നെ സ്പൗസിനോട് ഇമോഷണൽ ആയിട്ടുള്ളൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നത്, ഇതെല്ലാം കുണ്ടലിനി അവൈക്കണിങ് ഒരു മാരീഡ് ഡി എഫിൽ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള വളരെ സാധാരണമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. ശരിക്കും ഇതൊക്കെ ഒരു പ്യൂരിഫിക്കേഷൻ്റെ സിംറ്റംസും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ആലോചിച്ച് ഒരാളും വറീഡ് ആവേണ്ട കാര്യമില്ല. നമ്മളതിനെയൊക്കെ ഫ്രീ ആയിട്ട് ലെറ്റ് ഗോ ചെയ്യാം. ഇനി ഇതൊക്കെ എങ്ങനെ സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാം ഒരു മാരീഡ് ഡി എഫ്, നമുക്കത് നോക്കാം. നമുക്ക് ഗ്രൗണ്ടിങ് ആണ് ഏറ്റവും ഫസ്റ്റ് വേണ്ടത്. നമ്മൾ എപ്പോഴും ഒരു ഡെയിലി റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. കുക്കിങ്, ക്ലീനിങ്, ഗാർഡനിങ്, ഇതൊക്കെ ഗ്രൗണ്ടിങ്ങിൻ്റെ ഭാഗമാണ് കേട്ടോ. ശരിക്കും ഡി എഫ്സ് വളരെ ബ്ലെസ്ഡ് ആണ്. കാര്യം അവർക്ക് ഒരു കാര്യത്തിനും പുറമെ അന്വേഷിച്ചിട്ട് പോകേണ്ടതായിട്ടില്ല. നമ്മളിതെല്ലാം ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ പാദങ്ങൾ നമ്മൾ മസാജ് ചെയ്യുക, ഓയിൽസൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ബോഡിയൊക്കെ മസാജ് ചെയ്ത് വളരെ കൂളായിട്ട് നമ്മൾ നല്ല ഡീപ്പായിട്ടുള്ള ഒരു ബാത്ത് എടുക്കുക. അതുപോലെ നേരത്തെ കിടന്നുറങ്ങുക, ഇതൊക്കെ ഗ്രൗണ്ടിങ്ങിൻ്റെ ഭാഗമാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഒരു ഇമോഷണൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കുണ്ടലിനി അവൈക്കണിങ്ങിൻ്റെ സമയത്ത് സെക്ഷൽ എനർജി കുറച്ച് ഹൈ ആയിട്ട് തോന്നും. അത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സെക്ഷൽ എനർജി ക്ലെയിം ചെയ്യാനുള്ള സേഫ് ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ആദ്യം മനസ്സിലാക്കേണ്ട സത്യം എന്ന് പറയുന്നത്, സെക്ഷൽ എനർജി എന്ന് പറയുന്നത് ലൈഫ് ഫോഴ്സ് എനർജി തന്നെയാണ്, അതിൻ്റെ ഒരു പാർട്ടാണ്. ട്വിൻ ഫ്ലെയിം ജേണിയിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹാർട്ട് പ്ലസ് ക്രിയേറ്റിവിറ്റിയിലേക്ക് നമ്മൾ മാറണം. ഇനി നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഗിൽട്ട് ഫീൽ ഉണ്ടെങ്കിൽ നമ്മുടെ എനർജി സ്റ്റക്കാവും. അപ്പോൾ ഗിൽട്ട് ഫീലിൻ്റെ ആവശ്യമില്ല. ഫസ്റ്റ് നമ്മൾ ക്ലെയിം ചെയ്യാം. ബാലൻസിങ് എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു ടി എഫ് ജേണിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ബാലൻസിങ് ആണ്. അപ്പോൾ ഇനി ഈ സെക്ഷൽ എനർജി ക്ലെയിം ചെയ്യാനുള്ള ചെറിയ ചെറിയ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഹാർട്ടിനെ നമ്മൾ ഗ്രൗണ്ടാക്കി വയ്ക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യാം? നമ്മളുടെ ഫോക്കസ് പല കാര്യങ്ങളിലേക്കായിട്ട് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടാം. നമ്മൾക്ക് നമ്മുടെ കാലുകൾ, നമ്മുടെ കൈമുട്ടുകൾ ഒക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് അങ്ങനെ സെക്ഷൽ എനർജി ഫീൽ ചെയ്യാണ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു മൂമെൻറ്റിലേക്ക് വരുന്നില്ലെങ്കിൽ നമുക്ക് വളരെ തണുത്ത വെള്ളത്തിൽ നമ്മുടെ കാലുകളിലും നമ്മുടെ കൈകളിലും കൈമുട്ടുകളിലൊക്കെ നമുക്ക് തണുത്ത വെള്ളം കൊണ്ട് കഴുകാം. അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഭയങ്കര കൂൾ വാട്ടറിൽ കഴുകുമ്പോൾ നമുക്ക് ഒരു ഫ്രഷ് ഫീലിങ്സ്, നമുക്ക് നമ്മുടെ ആ ഒരു എനർജി ചേഞ്ചിങ്ങിനായിട്ട് സെക്ഷൽ എനർജി എന്താ പറയുക, ചാർജ് താഴേക്ക് കുറയുന്ന പറയാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കസേരയിലൊക്കെ ഇരിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ താഴെയിലിരിക്കുക. നോർമലി 2 കാലുകൾ ചമ്രം പടിഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കുക ഫ്ലോറിൽ. സ്പൈൻ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക, എന്നിട്ട് കണ്ണുകൾ അടച്ചിട്ടിരിക്കുക. അപ്പോൾ നമ്മുടെ റൂട്ട് ചക്രയ്ക്ക് ഒരു സ്റ്റെബിലൈസിങ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കാനായിട്ട് പറയുന്നത്. പിന്നെ നമ്മുടെ ഡെയിലിയുള്ള കുറച്ച് ഹാബിറ്റ്സുകളുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ സെക്ഷൽ എനർജീനെ നമുക്ക്, അതിൻ്റെ ഒരു പ്രഷറിനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ കുക്കിങ്, ക്ലീനിങ്, അതുപോലെ തന്നെ ഗാർഡനിങ്, അതുപോലെ തന്നെ ഒരു ദിവസം ഡെയിലി ഒരു 10-15 മിനിറ്റോ നമുക്ക് ചെരുപ്പിടാതെ നടക്കാം. ഇതൊക്കെ സെക്ഷൽ എനർജി എർത്തിലേക്ക് ഡ്രെയിൻ ചെയ്യാനായിട്ട് ഒരു പരിധിവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ അവോയ്ഡ് സ്റ്റിമുലേഷൻ, അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരിക്കലും ഡി എമ്മിനെ വിഷ്വലൈസേഷൻ ചെയ്യരുത് സെക്ഷലി. അതുപോലെ തന്നെ നൈറ്റ്ലി സ്ക്രോളിങ്, ഫാൻറ്റസൈസി ഫീഡിങ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം. അത് ഇതിൻ്റെ എന്താ പറയുക, എനർജി ലെവൽ കൂട്ടുന്ന വേണമെങ്കിൽ ഒരു ഫ്യൂവലൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം.
ഇനി നമ്മൾ ഫുഡിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിലും നമ്മൾ വരുത്തേണ്ട ചേഞ്ചസ്, നമ്മൾ ഒരുപാട് സ്പൈസി ഫുഡ്സൊക്കെ കഴിക്കുന്ന ആളാണെങ്കിൽ അതൊന്ന് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. DFs, ഓണിയനും ഗാർലിക്കും നൈറ്റിൽ അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ കിടക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് വാം മിൽക്ക് കുടിക്കുക, അതിൽ കുറച്ച് ടേർമറിക്കൊക്കെ ഇട്ട് കുടിക്കുകയാണെങ്കിൽ അത് വളരെയധികം നന്നായിരിക്കും. പിന്നെ നമ്മൾ എപ്പോഴും ഒരു 11 മണിക്ക് മുന്നായിട്ട് എപ്പോഴും ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സെക്ഷൽ എനർജീനെ നമുക്കൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള ഔട്ട്ലെറ്റുകളുണ്ടാവും. നമുക്ക് പലർക്കും പലതരത്തിലുള്ള ഇഷ്ടങ്ങളായിരിക്കും. സിംഗിങ് ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും, ജേർണലിങ് എഴുതാം, അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്യാം. മന്ത്ര ചാൻറ്റിങ് വളരെ എഫക്റ്റീവാണ്. ഡിവോഷണലായിട്ടുള്ള മ്യൂസിക് കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ സെക്ഷൽ എനർജി ക്രിയേറ്റീവിലേക്കും ഡിവൈൻ എനർജിയിലേക്കും കൺവേർട്ടായി പോകും. ക്രിയേറ്റിവിറ്റി വളരുകയും ചെയ്യും, നമ്മളുടെ ഡിവൈൻ എനർജി കൂടുകയും ചെയ്യുന്നു. ഇനി നമ്മളൊരിക്കലും ഇനിയിപ്പോൾ നമ്മൾക്ക് സെക്ഷൽ എനർജി എന്ന് പറയുന്നത് നോർമലാണ്, എന്തെങ്കിലും തരത്തിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ കൂടി ചെയ്തെങ്കിൽ കൂടി നമ്മളൊരിക്കലും അതിലൊരു ഷെയിം വിചാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ കരയുക, നമ്മളത് അടക്കി പിടിച്ച് കരയുവാനോ അതിനൊന്നും നിൽക്കരുത്. അത് നമ്മൾ നോർമലായിട്ട് വിടുക. അതൊരു നോർമൽ പ്രോസസ്സ് മാത്രം തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിടുക. അപ്പോൾ പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നൈറ്റ് ടൈമിൽ എനർജി കുറച്ച് കാമാവാനായിട്ട് നമുക്ക് പില്ലോ ഹഗ് ചെയ്ത് കിടക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സോഫ്റ്റായിട്ടുള്ള ഭജൻസൊക്കെ കേൾക്കാം. അതൊക്കെ കുറച്ച് മൈൻഡിനെ റിലാക്സ് ആക്കാനും ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ശരിക്കും ഈ സെക്ഷൽ എനർജി ഇറേസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവൈക്കണിങ്ങിൻ്റെ ഒരു സൈനാണ്, നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു സൈൻ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് സെക്ഷൽ എനർജീനെ നമുക്ക് കാം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. താങ്ക് യു.